100% ഒരു 135-130 ഗ്രാം വരെയുള്ള ഹാർഡ് ടെന്നീസിന്റെ ബോള് സോഫ്റ്റ് ടെന്നീസിന്റെ ബാറ്റ് ഉപയോഗിച്ച് കളിക്കാൻ പറ്റില്ല. ഹായ് ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയ സോഫ്റ്റ് ബോളിന്റെ സ്റ്റോക്ക് എത്തിയിരിക്കുകയാണ്. ഈ ബാറ്റുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാർഡ് ടെന്നീസ് ബാറ്റ് കട്ട് ചെയ്ത് സോഫ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്ത ബാറ്റുകളാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വിട്ടും എന്താ പറയുക, അത്യാവശ്യം നല്ല പവറും ബാറ്റുകൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ബാറ്റും ഇത്തവണ ചെയ്തിട്ടുള്ളത് ഫുള്ളി പോളിഷ്ഡ് ആയിട്ടാണ്. അതായത് ചെറിയ ചെറിയ മഴച്ചാറുകളൊന്നും ബാറ്റിന്റെ വെയിറ്റ് കയറുക, ഈർപ്പടിച്ചിട്ടുള്ള ബാറ്റ് ഡാമേജ് ആവുക, അങ്ങനെയുള്ള ഒരു പ്രശ്നം നമ്മുടെ ഈ സോഫ്റ്റ് പോളിഷ് കൊണ്ട് ഉണ്ടാവില്ല. പിന്നെ കുറച്ച് പേർക്ക് ഒരു സംശയമുണ്ട്, ഈ സോഫ്റ്റ് ടെന്നീസിന്റെ ബാറ്റ് കൊണ്ട് ഹാർഡ് ബോൾ ടെന്നീസ് കളിക്കാൻ പറ്റില്ല എന്ന്. 100% കളിക്കാൻ പറ്റില്ല. കാരണം അത് ബാറ്റ് ഡാമേജ് ആവും, ബാറ്റിന്റെ സ്ട്രോക്കിന് വ്യത്യാസം വരും, ശബ്ദത്തിന് വ്യത്യാസം വരും, ബാറ്റ് പൊട്ടാനുള്ള വളരെയധികം ഫസ്റ്റ് നമ്മൾ വെരി ഫസ്റ്റ് ബോൾ ഫേസ് ചെയ്യുമ്പോൾ തന്നെ ബാറ്റ് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കൊരു ഹാർഡ് ടെന്നീസിന്റെയും സോഫ്റ്റ് ടെന്നീസിന്റെയും കട്ടിങ് എൻ്റെ ഡിഫറെന്റ് ആണ്. ഇപ്പോൾ ഒരു സോഫ്റ്റ് ടെന്നീസ് സിംഗിൾ സ്കൂപ്പ് ബാറ്റാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഹാർഡ് ടെന്നീസിന്റെ സെയിം മോഡൽ നമുക്ക് സോഫ്റ്റ് ടെന്നീസ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ആ ബാറ്റിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 900 ഗ്രാംസ് ആണ് മാക്സിമം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് ടെന്നീസിന്റെ ബോളിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം വരുന്നത് 90 ഗ്രാം ആണ്. എന്നാൽ ഹാർഡ് ടെന്നീസിന്റെ ബോൾ എന്ന് പറഞ്ഞാൽ ഒരു 135 ഗ്രാം വരെ വരാം. അപ്പോൾ ഒരു ഇത്രയും വെയിറ്റുള്ള ബോൾ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു സോഫ്റ്റ് ബാറ്റ് ഉപയോഗിച്ച് ഒരിക്കലും കളിക്കാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് സോഫ്റ്റ് ടെന്നീസ് കളിക്കുന്നത് പ്രീമിയം ബാറ്റാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് വേൾഡ് വൈഡ് ഷിപ്പിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താങ്ക് യു.